കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്തിന് മാതൃകയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. 10 വർഷം മുൻപ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ അവസ്ഥ എന്തെന്ന് ഓർക്കണം. ഇടത് സർക്കാർ അത്രമേൽ കരുതൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയതുകൊണ്ടാണ് രാജ്യത്ത് ഒന്നാമതെത്തിയതെന്നും പിണറായി പറഞ്ഞു. മാലൂർ പനമ്പറ്റ ന്യൂ UP സ്കൂളിന്റെ ആധുനികവൽക്കരിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. മികച്ച സ്കൂൾ കെട്ടിടം ആധുനിക കാലത്ത് അനുസരിച്ചുള്ളതെല്ലാം സജ്ജീകരിച്ചിരിക്കുന്നു. എല്ലായിടത്തും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്തി മാതൃകാപരമായ രീതിയിൽ ഉയർത്തി. ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്ത് വർഷം തോറും നീതി ആയോഗിൻ്റെ പുരസ്കാരം പൊതുവിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിൽ കേരളത്തെയാണ് നേടിയിട്ടുള്ളത്. ഇവിടെ നോക്കിയാലും നല്ല സ്കൂൾ കെട്ടിടങ്ങളാണ്. അവിടങ്ങളിൽ ആധുനിക കാലത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും സ്കൂളിൽ സജ്ജമാക്കിയിരിക്കുന്നു. വിദ്യാലയത്തിൽ കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കളും പോകാൻ കുട്ടികളും മടിച്ചു. 5 ലക്ഷം കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കുണ്ടായി. 1000ഓളം സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ലിസ്റ്റ് വന്നു. 10 വർഷം മുന്നേയുള്ള അവസ്ഥയാണിത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗമാകെ വല്ലാതെ തകർന്നുപോയ അവസ്ഥ. പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കൾ തയ്യാറാകാത്തവരാണ്. കുട്ടികളും പൊതുവിദ്യാലയം വേണ്ട എന്നൊരു മാനസികാവസ്ഥ. അതിൻ്റെ ഫലം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിലാകെ 5 ലക്ഷം കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കുകളാണ്. മാത്രമല്ല പല സ്കൂളുകൾ അടഞ്ഞുപോയി. 1000ഓളം സ്കൂളുകൾ അടച്ചിടാനുള്ള ലിസ്റ്റ് പണ്ടേതെങ്കിലും ഒരു കാലത്തെ കഥയല്ല ഞാൻ പറയുന്നത്. 10 വർഷം മുൻപ് കേരളത്തിലുണ്ടായ അവസ്ഥയാണ്. 2016 മുൻപുള്ള കേരളത്തിൻ്റെ നിലയാണ് ഞാൻ പറയുന്നത്. പൊതുവിദ്യാലയത്തെ സ്നേഹിക്കുന്ന എല്ലാവരും വല്ലാതെ വേദനിച്ച അവസ്ഥ. 2016 തെരഞ്ഞെടുപ്പിൽ പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുമെന്ന വാഗ്ദാനം മറ്റുള്ളവയ്ക്കൊപ്പം ഇടതുപക്ഷം മുന്നോട്ട് വെച്ചു. ആ തിരഞ്ഞെടുപ്പിൽ ഇടതിനെ ജനങ്ങൾ അധികാരത്തിലേറ്റി. 5000 കോടിയിൽ പരം രൂപ ചിലവഴിച്ച് സ്കൂളുകൾ നവീകരിക്കപ്പെട്ടു. വിദ്യാർത്ഥികൾക്ക് ലോക നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ലഭ്യമായി. തുടർഭരണം എല്ലാത്തിനും തുടർച്ചയുണ്ടാക്കി. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖല കൂടുതൽ മെച്ചപ്പെട്ടു. മുൻപ് അധ്യയനത്തിന്റെ അവസാനത്തിൽ പോലും പാഠപുസ്തകങ്ങൾ ലഭിച്ചിരുന്നില്ല. ഫോട്ടോസ്റ്റാറ്റ് നൽകി പഠിപ്പിച്ചു. 2 ആഴ്ച മുന്നേ ഞാൻ പങ്കെടുത്ത പരിപാടി അടുത്ത വർഷത്തെ പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് നൽകുന്നതാണെന്നും ഇതാണ് മാറ്റമെന്നും പിണറായി പറഞ്ഞു. കേരളത്തിൽ വന്ന മാറ്റം ഇനിയും സ്കൂൾ തുറക്കാൻ 3-4 മാസം കിടക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിൽ അടുത്ത വർഷത്തെ പാഠപുസ്തകം കുട്ടികളുടെ കയ്യിലെത്തുന്നത്. അത്ര കരുതൽ വിദ്യാഭ്യാസ മേഖലയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നുണ്ടെന്ന് കാണാൻ സാധിക്കും. KK ശൈലജ MLA അധ്യക്ഷയായി. ഹെഡ്മാസ്റ്റർ TB രഞ്ജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ വികസനത്തിനായി പ്രവർത്തിച്ച രശ്മിത രവീന്ദ്രൻ, സ്മിത റോസ്മേരി ജോർജ്, അനൂപ് പി ഷമീർ, ഫാമി അബ്ദുള്ള, സ്കൂൾ മാനേജർ VK സനോജ് എന്നിവരെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ഈ ചടങ്ങ് നിർവഹിക്കുന്നതായിരിക്കും. സ്കൂൾ മാനേജർ VK സനോജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം സുരേഷ്, മുൻ MP KK രാഗേഷ്, K വിജിത്ത്, M ഹാഷിം, ചമ്പാടൻ ജനാർദ്ദനൻ, P പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.